പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ അടുത്ത് വരുവാനുള്ള കൃപ നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രികാലം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. എന്നാൽ യഹോവയുടെ തേജസ് മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞു. എസെക്കിയേലിൻ്റെ പ്രവചനം 10:4 ഞാൻ വായിച്ചത്. എസെക്കിയേലിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, എസെക്കിയേൽ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ബാബിലോന്യ പ്രവാസത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ BC 593 571 ബാബിലോണാണ് നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് യഹൂദ പ്രവാസികളെ 3 ഘട്ടങ്ങളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ അന്നേരമുള്ളതാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവും ആരാണ്? ഈ എസെക്കിയേൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു. ദാനിയേലിനെ കൂടെ പിടിച്ച് അവർ ആ കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ദാനിയേലിൻ്റെ 3 സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു. ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ യുവാക്കന്മാരെ ബാബേലിലേക്ക് ഒരു അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോയി നാട് കടത്തിയ സമയത്താണ് ഈ ഒരു ദർശനം എസെക്കിയേൽ കാണുന്നത്. അപ്പോൾ നോക്ക്, അപ്പോൾ ആ സമയത്തെ ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. ആ സമയത്ത്, അതായത് നെബൂഖദ്നേസറിൻ്റെ സൈന്യ നഗരവും ദേവാലയം എല്ലാം വളഞ്ഞിട്ടത് മുഴുവനും നശിപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു, പൂർണ്ണമായിട്ട് നശിപ്പിച്ച്. അപ്പോൾ ആ സമയത്താണ് ഈ ബാബിലോണിലേക്ക് കടത്തി കൊണ്ടുപോയത് എസെക്കിയേൽ പ്രവാചകന്, അതുപോലെ ദാനിയേലിൻ്റെ 3 കൂട്ടുകാരെയും കൂടെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയി. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇനി ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ അധികമായിട്ടൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ 10:4 ഇങ്ങനെ വായിച്ചല്ലോ, ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, യഹോവയുടെ മഹത്വം എന്താണ്. 10:1 നമ്മൾ കാണും, അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിതാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു. നീ കെരൂബിൻ്റെ കീഴെ തിരഞ്ഞുകൊണ്ടിരുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിൻ്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണെ അവൻ ചെന്നു. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിൻ്റെ വലത്തുഭാഗത്തു നിന്ന് മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. അപ്പോൾ ഈ എസെക്കിയേലിൻ്റെ പുസ്തകം എഴുതാൻ കാരണം തന്നെ എസെക്കിയേലിന് ദൈവത്തിൻ്റെ മഹത്വം എസെക്കിയേൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തുള്ള തലമുറകളോട് നമ്മൾ ചോദിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ദൈവപ്രവൃത്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അന്നത്തെ ആ സമയത്ത് ബാബിലോണിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് പോയി യഹൂദവാന്മാരായ എസെക്കിയേല്, അതുപോലെ ദാനിയേലിൻ്റെ കൂടെയുള്ള 3 സഹോദരന്മാർ, ഇവരെയൊക്കെയും പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ പ്രവാസത്തിൽ നിന്നാണ്, ഈ പ്രവാസത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് യഹോവയുടെ തേജസ് ഈ എസെക്കിയേലിന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെയൊക്കെ നമുക്ക് നിർവചിക്കപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ ശൈലിയിൽ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഗാംഭീര്യ ശബ്ദത്തെക്കുറിച്ചാണ് അത് ഈ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അത് രാജത്വത്തെയും വർണ്ണിക്കുന്ന, തേജസ്സിനെയും വർദ്ധിക്കുന്നു. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29:17 നമ്മൾ കാണിക്കുന്നു. ഹബക്കുക്ക് 3 മുതൽ 5 വരെ ഒരു മനുഷ്യനും അത് നോക്കിയിട്ട് ഇന്ന് വരെയും അവർക്ക് ജീവിക്കാൻ കഴിയാത്തത്ര വലിയൊരു മഹത്വമായിരുന്നു ആ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത്. പുറപ്പാട് 33:18 23 അങ്ങനെ അങ്ങേയറ്റം ഒരുവൻ യഹോവയുടെ മഹത്വത്തിൻ്റെ രൂപസാദൃശ്യവും അല്ലെങ്കിൽ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യന് കർത്താവിൻ്റെ ഒരു രൂപസാദൃശ്യമല്ലാതെ ആ മഹത്വം ദർശിക്കാനോ അത് നിലകൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത്. അപ്പോൾ എസെക്കിയേൽ കണ്ട സിംഹാസനത്തിൻ്റെ ദർശനം ഇതായിരുന്നു. 1:26-28 വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന അതിൻ്റെ അതുല്യമായ
വിശുദ്ധിയെയും വൈശിഷ്ട്യത്തെയൊക്കെയും കുറിക്കുന്നു. അപ്പോൾ അതുല്യമായ അത് കാണാൻ കഴിയത്തില്ല. അതുപോലൊരു അനുഭവമായിരുന്നു എസെക്കിയേൽ ഇങ്ങനെ കാണുവാനിടയത്. നമുക്ക് യെശയ്യാ പ്രവചനം 6:1 മുതലും അതുപോലെ റോമർ 11:36, എബ്രയർ 13:21 അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അതിശ്രേഷ്ഠ തേജസ് എന്നൊക്കെയും പത്രോസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 പത്രോസ് 1:17 അതിശ്രേഷ്ഠ തേജസ് എന്നൊക്കെയും വിളിക്കുവാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നത്. ആ എസെക്കിയേൽ എന്നൊരു ചെറിയ ചെറുപ്പക്കാരന്, ആ സമയത്ത് ഒരു ചെറുപ്പമായിരുന്നു, അധികം വയസ്സൊന്നും ഉള്ള മനുഷ്യനല്ലായിരുന്നു എസെക്കിയേലും. അപ്പോൾ ആ ദൈവത്തിൻ്റെ അതാ തേജസ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജനത്തിനിടയിലുള്ള അഗോചരമായ ദൈവ സാന്നിധ്യത്തെയും പരാമർശിച്ചിട്ടുണ്ട്. പിൽക്കാല റിവ്യൂമാർ ഇങ്ങനെ ചിലപ്പോൾ പ്രൈസ് ദ ലോർഡ് അല്ലെങ്കിൽ ഷെഖേന അല്ലെങ്കിൽ മഹത്വം എന്ന് വിളിച്ചിരുന്നു. ഷെഖേന ദൈവത്തിൻ്റെ നിവാസം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിവാസം ഷെഖേന എന്നൊക്കെയും വിളിച്ചിരുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനൊന്നും ആർക്കും കഴിയത്തില്ലായിരുന്നു. അതുപോലൊരു ദൈവത്തിൻ്റെ ദർശനമായിരുന്നു എസെക്കിയേലിൻ്റെ മേൽ കടന്നു വന്നത്. ആ എസെക്കിയേലിൻ്റെ മേൽ കടന്നു വന്ന ആ ദൈവത്തിൻ്റെ ദർശനം ആർക്കും അന്നേരം അത് അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയാൻ കഴിയാത്തതുപോലെ ഒരു ദൈവത്തിൻ്റെ, നമ്മൾ എല്ലാ ആ എസെക്കിയേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, ഇങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്, വായിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നതൊക്കെ. യഹോവയുടെ കൈ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് എന്താണ്, യഹോവയുടെ മഹത്വം എന്താണ്? നമ്മൾ 10:4 വായിച്ചു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്നു പൊങ്ങി, ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു, ആലയം മേഘം കൊണ്ട്. അപ്പോൾ നോക്കിക്കോണം, യഹോവയുടെ തേജസ് ഇറങ്ങി ആ സമയത്ത് തന്നെ ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞതാണ് ഈ എസെക്കിയേൽ കാണുന്ന ദർശനം. നോക്കിക്കോണം, ഈ ഇസ്രായേൽ പുരുഷന്മാരെ ബാബേലിലേക്ക് പിടിച്ച് നാട് കടത്തി കൊണ്ടുപോയ അനുഭവത്തിലായിരിക്കുമ്പോഴാണല്ലോ ഈ ദൈവത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് എന്നൊക്കെ വിളിച്ചിരിക്കുന്ന ഇത് കാണുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനം 60:2 ദൈവം അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സീനായിൽ മൂടി, അതുപോലെ തന്നെ സീനായിൽ മൂടിയതായ ദൈവദേശനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 24:16-17 സമാഗമന കൂടാരത്തെ നിറച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്. മരുഭൂമിയിൽ ഇസ്രായേലിനെ വഴി നടത്തിയ ആ ദൈവത്തിൻ്റെ തേജസ്. അപ്പോൾ ശലോമോൻ്റെ ദേവാലയത്തെ നിറച്ച ദൈവത്തിൻ്റെ തേജസ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ നിശ്ചിതമായ ദൈവം അതിവിശുദ്ധ സ്ഥലത്ത് 2 കെരൂബുകളുടെ മധ്യത്തിൽ വസിച്ചു. അപ്പോൾ ദൈവം 2 കെരൂബുകളുടെ മധ്യത്തിലൊക്കെയും വസിക്കുന്നതായിട്ട് നമുക്ക്. അപ്പം കെരൂബിൻ്റെ മേലും ദൈവത്തിൻ്റെ ആ തേജസ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ദേവാലയത്തിന് നിയന്ത്രിക്കാനോ കഴിയത്തില്ല. അവിടെ ആരാധിക്കുന്ന ആർക്കോ, അല്ലെങ്കിൽ അവിടെ ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അവിടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത്. അതുമാത്രമല്ല, എസെക്കിയേൽ 10:4 പൊങ്ങുന്നതും മാറിപ്പോകുന്നതും എസെക്കിയേൽ കണ്ടു. പുതിയ നിയമത്തിൽ ഷെക്കേനയ്ക്ക് തുല്യമായത് ദൈവ തേജസ് മനുഷ്യജഡത്തിൽ വന്ന നമ്മുടെ ഇടയിൽ പാർത്തവനായ യോഹന്നാൻ 1:14 പറയുന്നു, യേശു ക്രിസ്തുവാണ് ആ ദൈവത്തിൻ്റെ തേജസ് എന്ന്. അപ്പോൾ നോക്കിയോളെ, ആ ബേത്ലഹേമിലെ ആട്ടിടയന്മാർ യേശുവിൻ്റെ ജനന സമയത്ത് ലൂക്കോസിൻ്റെ 2:9 ശിഷ്യന്മാർ ക്രിസ്തു മറരൂ മലയിലെ അപ്രത്യക്ഷപ്പെട്ടപ്പോഴും ഒക്കെയും അവിടെയും ദൈവത്തിൻ്റെ തേജസ് നമ്മൾ. അപ്പോൾ സ്തേഫാനോസ് രക്തസാക്ഷിയായി തീർന്നപ്പോഴും അവിടെ ദൈവത്തിൻ്റെ തേജസ് അവിടെ അനുഭവിക്കാനിടയായി. അതുപോലെ തന്നെ യഹോവയുടെ തേജസ് കണ്ടു. അപ്പോൾ നമുക്ക് കാണാം, പ്രവൃത്തി 7:55 കാണുന്നുണ്ട്, യഹോവയുടെ തേജസ് കണ്ടെന്ന്. കർത്താവിൻ്റെ തേജസ് ഇങ്ങനെയായിരുന്നു നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ എസെക്കിയേൽ കണ്ട ദർശനത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ അത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നത് 100-1 ഒരു തലമുറ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. തലമുറകൾക്ക് ഇപ്പോൾ ഫോണായി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുമായി അവർക്ക് ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവർ ഏതെല്ലാം നിലയിലാണ് അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ തേജസ് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. ദൈവിക പദ്ധതി എന്താണ്, ദൈവിക ആലോചന എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലാണ് ഇങ്ങനെ ഇന്നത്തെ തലമുറ കടന്നു. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മീക സാന്നിധ്യവും ശക്തിയും ആകാശം ദൈവത്തിൻ്റെ, അപ്പോൾ നമുക്ക് വർണ്ണിക്കുന്നു. ഇപ്പോൾ നമ്മൾ 19-ാം സങ്കീർത്തനം 1-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു.
ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധപ്പെടുത്തുന്നു. ഹബക്കൂക്ക് 2:14 കാണുന്നു, മഹിമയുടെ തേജസ് ഇപ്പോൾ ദൃഷ്ടി അഗോചരമല്ല. പലപ്പോഴും നമ്മൾ ദൃഷ്ടി അഗോചരമല്ലാത്ത പോലെ കാണുന്നതായ ദൈവത്തിൻ്റെതായ സ്നേഹം അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ നീതി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വെളിപ്പെടുത്തൽ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുള്ള വെളിപ്പെടുത്തലുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ എങ്കിലും അവൻ്റെ സാന്നിധ്യം, സ്നേഹം, നീതി, പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പെടുത്തലുകൾ എന്നിവയാൽ വിശ്വാസികൾ അവൻ്റെ മഹത്വവും സാന്നിധ്യവും അനുഭവിച്ചറിയുന്നു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വവും സാന്നിധ്യവും ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അവസാനമായി 4-ാമതായി നമ്മൾ കാണുന്നത് ഏതൊരു വിഗ്രഹാരാധനയും ദൈവത്തിൻ്റെ മഹത്വത്തെ അനധികൃതമായി കയ്യേറുകയും ദൈവനാമത്തിന് അപമാനം വരുത്തുകയും ചെയ്യുന്നു. പഴയ നിയമം മുന്നറിയിപ്പ് നൽകുന്നു. തന്നെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടുത്തുമ്പോഴെല്ലാം അവൻ്റെ നാമം മഹത്വപ്പെടുന്നു. എങ്കിലും സങ്കീർത്തനം 79:7 പറയുന്നു, ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ മുഴുവൻ ശുശ്രൂഷയും നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരുത്തിയതായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 14:13 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെതായ സാന്നിധ്യം, അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് യെശയ്യാവ് പലപ്പോഴും പലയിടത്തും ഇങ്ങനെ സംസാരിച്ചതാൽ സകല ജഡങ്ങൾ അവനിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുമെന്ന് പ്രവചിച്ചു. യെശയ്യാവ് 40:5 യേശുക്രിസ്തു ഈ പ്രവചനം നിറവേറ്റിയെന്ന് യോഹന്നാൻ 1:14 എബ്രായ ലേഖന എഴുത്തുകാരനും എബ്രായർ 1:3 സാക്ഷ്യം പറയുന്നു. ലോകം ഉണ്ടാകും മുമ്പേ അവന് പിതാവിനോട് ഉണ്ടായിരുന്ന അതേ മഹത്വം തന്നെ ആയിരുന്നു ക്രിസ്തുവിൻ്റെ മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അത് ഉൾക്കൊള്ളിച്ച് പറയാനോ അല്ലെങ്കിൽ ആർക്കും അത് വർണ്ണിച്ചു എടുക്കാനോ കഴിയത്തില്ല, വർണ്ണിച്ച് പറയുവാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുപോലാണ് എസെക്കിയേൽ കാണുവാനിടയായത്. ആ ദർശനം, അതോ ആ വെളിപ്പാടുകൾ, ആലോചന, അത് നമ്മൾ ഒന്നിൽ വായിക്കുമ്പോൾ നമുക്ക് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല യഹോവയുടെ തേജസ് എങ്ങനെയാണെന്ന്. നമ്മൾ ഓരോരോ അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ തേജസ് എൻ്റെ മേൽ വന്നു, യഹോവയുടെ കരം എൻ്റെ മേൽ വന്നു, യഹോവ എൻ്റെ അടുക്കലേക്ക് കടന്നു, എന്നോട് സംസാരിച്ചെന്ന്. എസെക്കിയേൽ പ്രവചന പുസ്തകമാണല്ലോ. ഇതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തുമാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശന്തപ്രൗഢലാതി റിമനകടകലാതി കക്ഷക്കടകല സന്തർക്കടകലാതി ഇവൽ കടകല. വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം വിശ്വാസികളെ വ്യക്തിപരമായി എങ്ങനെ ബാധിക്കുന്നു നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ തേജസ്സേറിയ സ്വർഗീയ മഹത്വം സംബന്ധിച്ച് ആരും ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ടിട്ട് ജീവിക്കുകയില്ല എന്നത് ഇപ്പോഴും സത്യമാണ്. അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, എന്നാൽ നാം അത് കാണുന്നില്ല. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനാൽ മരണമുള്ള ഒരു മനുഷ്യനും അവനെ മുഖത്തോട് മുഖം കാണുവാൻ കഴിയത്തില്ല. 1 തിമോത്തിയോസ് 6:16 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു വിശ്വാസിക്ക് കർത്താവിനെ കണ്ടിട്ട് മോശ പർവ്വത്തിൽ കടന്നുപോയി വത്തുകൽപ്പനയുമായിട്ട് പുറത്ത് വന്നതിന് ശേഷം മോശ ദൈവത്തോട് സ്നേഹം വർദ്ധിച്ചപ്പോൾ മോശ ഒരു കാര്യം പറയാനിടയായി, കർത്താവെ എനിക്ക് അങ്ങയൊന്ന് കാണണം. ആ മോശ കണ്ടത് ദൈവത്തിൻ്റെ തേജസ് മാത്രമേ ഉള്ളായിരുന്നു. ദൈവം സംസാരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മോറിയമലയിൽ കടന്നു പോയപ്പോൾ മോറിയമലയിലല്ല, പ്രൈസ് ദി ലോർഡ്, സോറി, ഹല്ലേലൂയ, പർവ്വത്തിൽ കടന്നു പോയപ്പോൾ ഇടവനകടകലാതി മോശയ്ക്ക് ഒരു സാന്നിധ്യം അനുഭവിപ്പാൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൾപ്പടർപ്പ് കത്തുന്ന ഒരു അനുഭവം കണ്ടു, തീ പോലെ കത്തുന്ന ഒരു അനുഭവം കണ്ടെങ്കിൽ അത് തീയാൽ വെന്തു പോകാത്തൊരു അനുഭവം കണ്ടപ്പോൾ മോശ കടന്നു. എന്നാൽ മോശയോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ കാലിൽ ഒരു ചെരുപ്പുണ്ട്, അത് ഊരി കളയാൻ പറഞ്ഞു. ഇടവനകടകലാതി നിൻ്റെ പാപമെന്ന വസ്ത്രം നീ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നു വന്നാൽ മതി. എന്തുകൊണ്ടെന്നാൽ മോശയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇതാണ് എൻ്റെ തേജസ്, നിനക്ക് കാണണമെങ്കിൽ എന്നോട് സംസാരിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് മടങ്ങി എൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ. ഇടവനകടകല ദൈവജനമേ, നമ്മൾ ചെയ്തിരിക്കുന്ന സകല മോശ ചെയ്തത് ചെറിയൊരു തെറ്റല്ലായിരുന്നു. ഒരു മിസ്രൈമിനെ അടിച്ച് കൊന്നിട്ടാണ് ഇവൻ ആ ആടുകളെയും കൊണ്ട് പർവ്വതത്തിൻ്റെ മണ്ടിലേക്ക്, സീനാ പർവ്വതത്തിലേക്ക് കയറി ചെന്നത്. അപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, നീ ചെയ്ത പാപത്തെ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നിനക്കെന്നെ കാണാൻ കഴിയത്തുള്ളൂ, എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവാത്മാവിനാൽ ദൈവാലോചനയാൽ പറയുന്നു, പഴിഞ്ഞ നാടുകളിൽ ചെയ്ത സകല പാപങ്ങളും, ഭാര്യയെ വഞ്ചിച്ചത്, ഭർത്താവിനെ വഞ്ചിച്ചത്, മക്കളെ വഞ്ചിച്ചത്, അമ്മയപ്പന്മാരെ വഞ്ചിച്ച്, ഇതെല്ലാം എറിഞ്ഞു കളഞ്ഞ് എൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും, എൻ്റെ ആ അടമനക മുഖം കാണുവാൻ കഴിയുമെന്ന് മോശയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു. മോശ അടമനകടകലാതി ഭൂമിയിൽ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനെന്നൊക്കെ സംഖ്യാപുസ്തകം 12 നമ്മൾ വായിക്കുന്നു. അതിസൗമ്യനാണെന്നൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും മോശ അതിനുശേഷമായിട്ട് മോശ മടങ്ങി വരാൻ ഇടയായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി
ലോഡ് ഹല്ലേലൂയ. അപ്പം ദൈവജനങ്ങൾ ദൈവത്തിൻ്റെ ക്ഷകേന മഹത്വം അനുഭവിച്ചിട്ടുണ്ട് അന്നും ഇന്നും. സാധാരണമല്ലെങ്കിലും ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആകമാനം യെശയ്യാവിനെയും ആറിലും എസെക്കിയേലിനെയും ഒന്നുപോലെയും നമ്മൾ ദൈവത്തിൻ്റെ ദർശനം കണ്ട വിശ്വാസികളായ. അപ്പം നമ്മൾ ഈ അന്ത്യകാലം ഇങ്ങനെ അടുത്ത് വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. യേശുവിനെ കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ എല്ലാ വിശ്വാസികളും ദൈവമഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവമഹത്വത്തിലേക്ക് നാം കൊണ്ടുവരപ്പെടും. അപ്പം നമ്മൾ ദൈവമഹത്വം അനുഭവിക്കണം. കർത്താവ് നമ്മൾ ഇനി വരണം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേൽ കണ്ടതുപോലെ തരമനഘടകലാതി അക്ഷല, ദാനിയേൽ കണ്ടതുപോലെ ശന്തൽ പ്രബടല ത്രിബലഘടകല, മോശ കണ്ടതുപോലെ തീർച്ചയായിട്ടും ആ ദൈവമഹത്വം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മോശയോട് കർത്താവ് പറഞ്ഞു, മോശ കൂടുതൽ സ്നേഹം കൂടിയപ്പോൾ മോശ പറഞ്ഞു, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. ഇതുപോലല്ല, ഈ ശബ്ദം പോലെയല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ. എന്നാൽ കർത്താവ് മോശയോട് പറഞ്ഞ്, എന്നെ കണ്ടവൻ ആരും ഇന്ന് വരെയും ജീവിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പുറംഭാവം നിന്നെ കാണിക്കും. ഒരു പാറയുടെ പിളർപ്പിൽ നിന്നെ ആക്കിയിട്ട് ഞാൻ എൻ്റെ പുറംഭാവം നിന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ മനഘടകൽ പ്രബടലാദി കക്ഷി ഈ നാളുകളിൽ നമുക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. ആ ദൈവ മഹത്വം എൻ്റെ മേൽ വരണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരണം, എൻ്റെ ഭർത്താവിൻ്റെ മേൽ വരണം, എൻ്റെ ഭാര്യയുടെ മേൽ വരണം, എൻ്റെ കുടുംബത്തിൽ മേൽ വരണം. ഞാൻ പ്രാർത്ഥിച്ച് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് വിഷയങ്ങളുമായി ദൈവസനിൽ കടന്നു വന്ന് കൈയോട് കൈകോർത്ത് പ്രാർത്ഥിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് മുട്ടിന്മേലിരുന്നു നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ച്, കർത്താവെ എനിക്ക് ക്ഷകേനെ ഒന്ന് കാണണം, എനിക്ക് ആ മഹത്വം ഒന്ന് കാണണം, എനിക്ക് ആ ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണണം. ദൈവത്തിൻ്റെ മഹത്വം അത് പൂർണ്ണ രൂപത്തിൽ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വത്തെയും വർണ്ണിക്കുന്നതെങ്കിലും ആ ദൈവത്തിൻ്റെ മഹത്വം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ അവൻ്റെ മഹിമയുടെ തേജസ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു മഹിമയുടെ തേജസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ അതിൻ്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞിട്ട് ഇടമനഘടകലാതി അസ്തകൾ മടങ്ങി വരേണ്ട സ്ഥാനത്ത് മടങ്ങി വന്ന് കീറേണ്ട ഏലിയ പ്രാർത്ഥിച്ച് നമുക്കറിയാം. ആ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ കടന്നു ചെന്നിട്ട് ഇടമനഘടകലാതി 750 പ്രവാചകന്മാരുമായിട്ട് കടന്നു വന്ന് അസ്തൽക്കടകലാതി അവനെതിരായിട്ട് ചില എതിരാളികൾ എഴുന്നേറ്റപ്പോൾ, വിഗ്രഹാരാധികൾ എഴുന്നേറ്റപ്പോൾ, ദൈവത്തിന് ഹിതമില്ലാത്ത ആൾക്കാർ എഴുന്നേറ്റപ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജനം എഴുന്നേറ്റപ്പോൾ അടമനഘടകലാതി. എന്നാൽ സന്തൽ കടകല റീമനഘടകലാതി അവൻ പഠിച്ച അഭ്യാസമല്ല വെളിപ്പെട്ടത്, അവൻ പഠിച്ചതൊന്നുമല്ല വെളിപ്പെട്ടത്. അതിനുശേഷമായിട്ട് അവൻ പറഞ്ഞു, ജനം അടുത്ത് എൻ്റെ കൂടെ വരാൻ ആഗ്രഹമുള്ളവർ എൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരാൻ പറഞ്ഞു. പ്രവാചകന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അടൽപ്രവടനാദി മണ്ണവൻ ഒരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് മണ്ണ് വിതറി തൊട്ടിയിൽ വെള്ളം നിറച്ച് അടബലകടകൾ പ്രവടലാദി കക്ഷക്കട യാഗവസ്തു അതിനെ കൊണ്ടുവച്ച് അന്തൽക്കടകല റീമനകടകലാദി വിറവ് കീറേണ്ട പോലെ കീറി അടുക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവൻ ഇപ്രകാരം പറഞ്ഞു, അടബലകടകലാദി കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനെന്നും അങ്ങ് എൻ്റെ ദൈവമെന്നും ഈ ജനം കാണുക ഇത് വെളിപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആകാശത്തുനിന്ന് തീ ഇറങ്ങിയെങ്കിൽ നമ്മളൊരു സാധാരണക്കാരൻ മനുഷ്യനാണ് ഏലിയാവ്. നമുക്കും അതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടും. ആ ക്ഷകേനയാൽ നമ്മൾ നിറയപ്പെടും. ദൈവജനമേ, സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ കൂടെ പിറപ്പുകളെ, നിങ്ങളോട് ഇന്ന് രാത്രികാലം എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ നാമത്തിൽ പറയാനുള്ളത്, പാപം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കണം. ഇട്ടമനകൾ വിഗ്രഹാരാധനയിൽ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വിശ്വാസികളായിരിക്കണം നമ്മൾ. എല്ലാ കാര്യത്തിനും എല്ലാത്തിനകത്തും പോകരുത്. ആ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ പലപ്പോഴും നമ്മൾ ദർശിക്കാതെ വണ്ണം നമ്മൾ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പാപങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ്.